പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷെൻഷാഡ് ദൂതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് ഇന്ന് ഈശോ പറയുകയാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അവർ രണ്ടുപേരായി. ഒരാളുടെ പേര് ക്ലെയോഫാസ്, മറ്റേ ആളുടെ പേര് പറയുന്നേയില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കൂടെ പോയ ആൾ ഞാൻ തന്നെയല്ലേ എന്നുള്ള ഒരു ചിന്ത. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ എമ്മാവുസിൻ്റെ വഴിയിലൂടെ നടക്കുന്നവരാണ്. കർത്താവിൻ്റെ ആലയമായ എന്ന് അറിയപ്പെടുന്ന ജെറുസലേമിൽ നിന്നും എമ്മാവുസിലേക്ക് പോകാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ? ദേവാലയത്തിൽ നിന്ന് നമ്മൾ വീടുകളിലേക്ക് പോകാറില്ലേ? ഇതുതന്നെയാണ് എമ്മാവുസിലേക്ക് പോകുന്ന വഴി. ഈ വഴിയിൽ നമ്മൾ കണ്ടുമുട്ടുക അപരിചിതനായി നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവിനെയാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഈ എമ്മാവുസിലേക്ക് പോകുന്ന ആ വഴിയിൽ കൂടെയുള്ളവൻ അത് നമ്മൾ തന്നെയാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ കൂടെ അപരിചിതനായി നമ്മളെ ഒഴിവാക്കാതെ, നമ്മളെ തള്ളിക്കളയാതെ നമ്മുടെ ജീവിതയാത്രയിൽ എമ്മാവുസിലേക്കുള്ള വഴി നമ്മുടേതാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആ അപരിചിതൻ അത് ഉചിതനായ കർത്താവാണ്. ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യം, ആ വിശ്വാസം, അതാണ് നമ്മളെ നയിക്കേണ്ടത്. അതിന് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ നമുക്ക് അൽത്താരയിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്കും, കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടും അൽത്താരയിലേക്കുള്ള ഒരു വഴിയായി തീരട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രസാദപരനാഥ നമ്മെ സഹായിക്കട്ടെ.